അമ്മയ്ക്ക് എന്നാലും എന്ത് പറ്റിയെന്തോ. ഇനി വയറും തയ്ക്കാത്ത പോലെ വാരി വലിച്ച് കഴിച്ചു കാണും. പിന്നെ അമ്മ ഇവിടെ വാരി വലിച്ച് കഴിക്കുന്നത് അതിന് ഇച്ചിരി കോളം മതി. അല്ലെങ്കിൽ തന്നെ അമ്മ എന്ത് കഴിച്ചാലും അമ്മയ്ക്ക് അങ്ങനെ വയറിന് അസുഖമൊന്നും വരുന്നതല്ല. കല്ലിടിച്ച് പിടിച്ചു കൊടുത്താലും അമ്മയ്ക്ക് ദഹിക്കും. കല്ലെല്ലാം ഇടിച്ചു പിടിച്ച് കൊടുത്തു. അല്ല കല്ല് കഴിച്ചാലും ദഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹം കൂടുതലുണ്ടാണ്. അവലെ ദിവസം പോലെ കല്ല് പിടിച്ച് കൊടുത്തു. അമ്മയ്ക്ക് എത്ര വയസ്സായി? അമ്മയ്ക്ക് 10-73 വയസ്സുണ്ട്. 73 എന്ന് പറയുമ്പോൾ 73 × 73 146. 4 1 5 6 5 11 111. 111 30 കുറയ്ക്കുമ്പോൾ എത്ര വരും? 81. 81 8 89. 89 വയസ്സുണ്ട് അമ്മയ്ക്ക്. അതെന്ത് കണക്കത്? ഇത് ആയുർവേദ കണക്കത് ഞാൻ പഠിച്ചിട്ടുള്ളേ പഞ്ചാംഗത്തിൽ നോക്കി. കറക്റ്റ് എന്നെ ഓരോന്നിരുന്ന് അങ്ങ് തള്ളിക്കൊണ്ടിരിക്കുക. അവൻ ആരാന്നറിഞ്ഞില്ല. എവിടെ പോകുന്നു? കഴിക്കാൻ വല്ലതും ഉണ്ടോ? ഹലോ ഹലോ ഹലോ. കഴിക്കാൻ ഒന്നുമില്ല, എല്ലാം ഉണ്ടാക്കിയിട്ട് വേണം ഇനി. ഒന്നും ഉണ്ടാക്കിയില്ലേ? എന്നാൽ എത്രയും പെട്ടെന്ന് എടുത്തിട്ട് ചോറും കറികളും അതിൻ്റെ അനുസരിച്ച് പെട്ടെന്ന് ഉണ്ടാക്കി. ഓ ഭയങ്കര വിശപ്പ്. ഇച്ചിരി തന്നെ വിശപ്പ് സഹിക്കാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് ഉണ്ടാക്കണുള്ളൂ. വിശപ്പ് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടല്ല. ആശുപത്രിയിൽ നിന്ന് പെട്ടെന്ന് ഞെട്ടിക്കുന്ന കോളും എല്ലാം വന്ന് ഇതെല്ലാം ഇട്ടഴിഞ്ഞ് പോകുമ്പോൾ ഗ്യാസ് നഷ്ടം, ധനനഷ്ടം, മാനസിക വിഷമം അതുകൊണ്ടാകത്തില്ലേ? അത് ഞെട്ടിക്കുന്ന എന്ത് വർത്താനം പറയാൻ ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ? വയ്യാതെ കിടക്കുന്ന അമ്മ 89 വയസ്സ്. ആലോചിച്ച് നോക്ക്. ഇതെടുത്ത് ഞാൻ തനിയെ പൊളിക്കും. വേണ്ട അതിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടല്ലോ. എന്തായാലും കനകമച്ചമ്മ ഒന്ന് വിളിച്ചു പോരാ, അവിടുത്തെ അവസ്ഥ എന്താണ് അത് ചോദിക്കാമല്ലോ. തോന്നിയ ദിവസം പറഞ്ഞു പഠിക്കുന്നു. ക്ലീറ്റോനെ വിളിക്കാം. ഓ അത് പിന്നെ ഔട്ട് ഓഫ് കവറേജ് ആണ് ഇന്നും. ഒന്ന് വിളിച്ചാലോ, ഒരാവശ്യത്തിന് വിളിച്ചാൽ ക്ലീറ്റോനെ കിട്ടൂല. ആ എടാ കനക, എന്താ എവിടെ ആണോ? ആ പിന്നെ എന്തിനാ സ്കാൻ ചെയ്യണേ? ആ ആ ആ ആ ആ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ആ ഡോക്ടറോട് പറ ഭക്ഷണം കഴിക്കാനൊക്കെ മടിയാന്ന് പറ. ആ ആ ചിലപ്പോൾ അതായിരിക്കും. ശരി ശരി. എന്നാൽ ശരിയടാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ. ആ പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ലേ? എന്ത് പ്രതീക്ഷ? അല്ല സുഖമായി. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞു നല്ല ക്ഷീണമുണ്ട്, അപ്പോൾ 2 ദിവസം കിടന്നിട്ട് പോവാന്ന് പറഞ്ഞു. പിന്നെ ചിലപ്പോൾ സ്റ്റോൺ ഉണ്ടാവും, അതായിരിക്കും ഈ വയറുവേദന എടുക്കണേന്ന്. അപ്പം സ്കാൻ ചെയ്യാൻ വേണ്ടി ചോദിച്ചില്ലേ? അയ്യോ അത് ചോദിച്ചില്ല. കണ്ടോ ഇപ്പൊ റൊണാൾഡോന്റെ വില മനസ്സിലായോ? എല്ലാ കാര്യങ്ങളും കൂടെ കൂടെ ഓർമ്മിപ്പിക്കണം. ചെല്ലണമെന്ന് പേര് അതല്ലെങ്കിലും ഞാൻ ചോദിക്കും. ഹലോ, ഇവനെന്താ പെട്ടെന്ന്? എടാ ഇതെന്തിനിങ്ങനെ ചീത്ത പറയണേ? എന്തിനാണ് 24 മണിക്കൂർ നിന്നെ ഞാൻ വിളിച്ചോ? ഞാൻ ഇപ്പം അങ്ങ് വിളിച്ചല്ലേ ഉള്ളൂ. എൻ്റെ പൊന്നെ, അന്നേരം അമ്മയുടെ അടുത്തോട്ട് വരണോന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കാൻ വേണ്ടി വിട്ടുപോയി. അത് അന്ന് വെച്ചിട്ട് പോ. ഇതൊക്കെ വിളിക്കാൻ നടക്കണ എന്നെ വേണം പറയാൻ. വെറുതെ കിടന്ന് ചാടിക്കടിക്കുന്നു. വിളിച്ചാ ഇങ്ങനെ 24 മണിക്കൂർ വിളിച്ചോണ്ടിരിക്കണേ. ഇവിടെ ഒരാവശ്യത്തിന് നിൽക്കുമല്ലേ, നിന്റെ ഫോൺ വിളിച്ചോണ്ട് നിൽക്കാനാണ് ഇവിടെ നേരമൊന്ന്. സ്വന്തം പോക്കറ്റും സ്കാനിങ്ങിനുള്ള പൈസ അടച്ച എൻ്റെ ബേബി നിൽക്കുമ്പോഴാണ് വിളിച്ചിട്ട് ഞാൻ വരണോ കനകാന്ന് നോക്കുമ്പോൾ ദേഷ്യം വന്ന് കാണും. സ്വാഭാവികം. ഒരു ഗ്ലാസ്സിൽ ഒരു നാരങ്ങ പിഴിഞ്ഞിട്ടേ അല്പം പഞ്ചസാര ഇട്ടിട്ട് അല്പം വെള്ളം ഒഴിക്കുമ്പോൾ ഒരു മിശ്രിതം കിട്ടും. ക്ഷീണം മാറ്റാൻ ഏറ്റവും നല്ലതാണ്. ഒരു ഗ്ലാസ് കിട്ടുമോ? ഒരു ഗ്ലാസ് കിട്ടുമോ? എനിക്കൊരു ഗ്ലാസ് കിട്ടുമെന്ന് വെച്ചപ്പോൾ എനിക്കൊരു ഗ്ലാസ് കിട്ടുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ തൊള്ളയിൽ കൂടി നാരങ്ങ എന്ന് പറഞ്ഞ മിശ്രിതം ഇറങ്ങൂലേ? അയ്യോ